ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അന്ന് തന്നെ എടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നും കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ആണ്. നമുക്കിപ്പോൾ ആഡ് ചെയ്യാനും ആവറേജ് കാണാനും മിനിമം കാണാനും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ ഓരോരോ ഓപ്പറേഷൻസ് ഇല്ലേ? അങ്ങനെ ഓപ്പറേഷൻസ് എല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫോർമുലാസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള. അതിൽ പേര് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അതിനൊരു എക്സാമ്പിൾ ആണ് സം എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ. ഈ ഫങ്ഷൻസിനെ നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി ആ ഫങ്ഷൻസ് നമ്മൾ ഈക്വൽ ടുവിൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഒരു ഫങ്ഷൻ നെയിം അതിന് ഉണ്ടാവും. അതിനുശേഷം ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ട്, ഒരു ബ്രാക്കറ്റ് ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ട്. അതിന് ചിലപ്പോൾ നമ്മൾ കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ദെൻ ഒരു ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ആണ്. ചില കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ആണ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്ന വാല്യൂസ് ഉണ്ടാവില്ലേ, നമുക്ക് കുറച്ച് വാല്യൂ തന്നിട്ട് ഇത് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ സബ്ട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ആവറേജ് കാണാനോ പറയില്ലേ, അത്തരത്തിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്താ പറയുക, ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ആർഗ്യുമെന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷന് നമ്മളെ MS ഓഫീസിലോ എന്തെങ്കിലും വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫങ്ഷൻസ് ഉപയോഗിക്കാം. ഫങ്ഷൻസിന് ഒരു ഫങ്ഷൻ നെയിം ഉണ്ടാവും, ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന വാല്യൂസിനെ ആർഗ്യുമെന്റ്സ് എന്നാ പറയാം. അപ്പോൾ ഫങ്ഷൻസ് എപ്പോഴും നമ്മൾ MS ഓഫീസിൽ ഉപയോഗിക്കുമ്പം ഇറ്റ് ഷുഡ് ഓൾവേസ് ബിഗിൻ വിത്ത് ഈക്വൽ സൈൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഫങ്ഷൻ നെയിം കൊടുക്കും. ഇതിന് ഞാനൊരു ജനറൽ ഫോർമാറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒന്നും ഇല്ല. ഞാനൊരു ജസ്റ്റ് ഒരു ഫോം ഇത് കാണുന്നില്ല. ഒരു ആർഗ്യുമെന്റ് 1, ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒന്നോ അതിലധികം ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. ആർഗ്യുമെന്റ് 2, ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് വരിക ഫംഗ്ഷന്റെ. അതിന് എക്സാമ്പിൾ ആണ് ഒരു ഫംഗ്ഷൻ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ്. അതിനുശേഷം മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, മിൻ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. സം എന്തിനാ ഉപയോഗിക്കുന്നത്? സമ്മാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ടേ നമ്മൾ കേൾക്കുന്ന ആ സമ്മിനെ കുറിച്ച്. സം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂസ് ആഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കാണാം. തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ആവറേജോ, മാത്സിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് തരാറില്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ 12 കുട്ടികളുണ്ട്, എല്ലാവരുടെയും വെയിറ്റ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ ഒരു ആവറേജ് വെയിറ്റ് എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ പ്രോബ്ലംസ് കാണില്ലേ? അതേപോലെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒരു ആവറേജ് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഷോർട്ട് ഫോമാ? മാക്സിമം. മാക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ? മാക്സിമം വാല്യൂ. തന്നിരിക്കുന്ന വാല്യൂല് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിന്നോ? മിൻ എന്ന ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യെസ്, തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും മിനിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക? മിൻ എന്ന ഫംഗ്ഷൻ ആണ്. അപ്പം പിന്നെ വേറൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, കൗണ്ട്. കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എണ്ണുക എന്നാണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൗണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം.
ഇപ്പൊ ഞാനിവിടെ എ എന്ന കോളത്തിലും ബി എന്ന കോളത്തിലും കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ സമ്മിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ആദ്യം തൊട്ടേ ചെയ്യുന്നതല്ലേ. ഇപ്പം ഞാനൊരു എന്താ പറയാ, ഞാൻ എ എന്ന കോളത്തിലെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യണത് സം എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാം? ആൻമരിയ പറഞ്ഞേ. A1 എന്നുള്ള കോളത്തിൽ ഇത്രയും വാല്യൂസ് എനിക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ സം എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതെങ്ങനെ നമ്മൾ ചെയ്യും? ആൻമരിയ പറഞ്ഞു. ആദ്യം ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് മോളെ നമുക്ക് ഫങ്ഷൻസ് വെച്ച് ചെയ്യാൻ പോവാം. നമ്മൾ ആ ഫോർമുലാസ് എങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സം എന്ന ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഈക്വൽ ടു ഇടണം. ഫംഗ്ഷൻ എപ്പോഴും ഏത് വെച്ച് ഈക്വൽ ടു വെച്ച് ബിഗിൻ ചെയ്യും. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഈക്വൽ ടു എന്നിടും. ദെൻ ഫംഗ്ഷൻ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ ആ ഫോർമുല എഴുതി തരാം. നിങ്ങൾ ഫങ്ഷൻസ് ചെയ്യുമ്പോൾ ആദ്യം ഈക്വൽ ടു വേണം. ദെൻ നമ്മൾ എന്താ ഫങ്ഷൻ നെയിം കൊടുക്കും. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ ആർഗ്യുമെന്റ്സ് കൊടുക്കും. അത് ആർഗ്യുമെന്റ്സ് എത്ര വേണേലാകാം, 1, 2, 3 അതിലധികമൊക്കെ ആവാം കേട്ടോ. ഇതിന് മുമ്പിൽ ഈക്വൽ ടു ഉണ്ട് കേട്ടോ, ഈ ഫംഗ്ഷൻ നെയിമിന് മുമ്പ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നെയിം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. സം ഓഫ് 2, 5, 6 ഇതൊരു ഫംഗ്ഷൻ ആണ്. സം സം എന്നുള്ളതിന്റെ ഫംഗ്ഷൻ നെയിമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓപ്പണിംഗ് പാരാന്തസിസ് കൊടുത്തു. അതിൽ ഞാൻ 2, 5, 6 2, 5, 6 എന്ന 3 വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റഡ് ബൈ കോമസ്. 3 values I entered in the parenthesis and those are separated by commas. കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ദെൻ there is a closing parenthesis. ഇപ്പൊ സം ഓഫ് 2, 5, 6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? തന്നിരിക്കുന്ന ആ 3 വാല്യൂസ് ഇല്ലേ, 2, 5, 6 എന്നതിൻ്റെ സമ്മ് കാണാം. അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫംഗ്ഷൻ നെയിംസ് ആണ്. തന്നിരിക്കുന്ന 2, 5, 6 ആണ് ഈ സം ഫംഗ്ഷന്റെ എന്താണത്? ആർഗ്യുമെന്റ്സ്. സം ഫംഗ്ഷൻ നെയിമും തന്നിരിക്കുന്ന 2, 5, 6 എന്നീ വാല്യൂസ് അതിന്റെ ആർഗ്യുമെന്റ്സും ആണ്. അപ്പം ഈ സം ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് 2, 5, 6 എന്നീ വാല്യൂസിലാണ്. അതുകൊണ്ട് അത് ആർഗ്യുമെന്റ്സ്. ആ ആർഗ്യുമെന്റ്സിൽ കാൽക്കുലേഷൻ നടത്തിയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും. എന്നുവെച്ചാൽ അതിന്റെ സം ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. ഈ 3 നമ്പേഴ്സിന്റെ സം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എ കോളത്തിലെ എല്ലാ നമ്പേഴ്സിനെയും ആഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു മെത്തേഡിൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട്. എ എന്ന് പറയുമ്പോൾ ആ കോളത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 നമ്പേഴ്സ് ഉണ്ട്. റൈറ്റ്? ഫസ്റ്റ് വാല്യൂ ഏത് കോളത്തിൽ, ഏതൊരു സെല്ലിലുള്ളത്? A1 അല്ലേ? സെക്കൻഡ് A2, തേർഡ് വാല്യൂ A3യിലും, ഫോർത്ത് വാല്യൂ A4ലും, ലാസ്റ്റ് വാല്യൂ A5ലും. അപ്പൊ നമുക്ക് കാണേണ്ട എവിടം തൊട്ട് എവിടം വരെയുള്ള വാല്യൂസിന്റെ സമ്മാണ് A1 to A5. A1 എന്ന സെല്ല് തൊട്ട് A5 വരെയുള്ള സെല്ല് വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കുന്നു വെച്ചാൽ, ആദ്യം നമ്മൾ എവിടെയാണോ ആ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് അവിടെ എന്തിടണം? ദിസ് ഫംഗ്ഷൻ ബിഗിൻസ് വിത്ത് വിച്ച് സിമ്പിൾ, വിച്ച് സൈൻ? ഈക്വൽ ടു എന്ന സൈൻ നമ്മൾ ആദ്യം ഫസ്റ്റ് എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? സമ്മ് കാണാൻ പോവാണ് അല്ലേ? ഇപ്പൊ സം കാണാനുള്ള ഫംഗ്ഷന്റെ നെയിമും സമ്മും തന്നെയാണ്. ഫംഗ്ഷൻ നെയിം സമ്മ് എന്ന് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഓപ്പണിംഗ് പാരാന്തസിസ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്?
ഏതൊക്കെ വാല്യൂസ് ആണ്, ഇനി ആർഗ്യുമെന്റ്സ് ആണ് ആ പാരാന്തസിസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണോ സം കാണാൻ പോകുന്നത് അതിന്റെ സെൽ റെഫറൻസ് ആണ് നമ്മൾ ഇവിടെ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെൽ ഏതായിരുന്നു? ഒന്നാമത്തെ വാല്യൂ കിടക്കുന്ന സെൽ ഏതാ? A1, A2, A3, A4, A5. ദെൻ ഇത്രയും നമ്മൾ മാക്സിമം നമുക്ക് കൊടുക്കേണ്ടതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പാരാന്തസിസ് ഒരു ക്ലോസിങ് പാരാന്തസിസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളത് കറക്റ്റ് സ്ട്രക്ചറിൽ എൻഡ് ചെയ്തു. ഇനി നമ്മളതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഈ വാല്യൂസിൻ്റെ സമ്മാണ് അവിടെ വന്നത്. നോക്കാം. 2 + 6 8, 8 + 4 12, 12 + 8 20, 20 + 1 21. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കുറെ അടിച്ചു കൊടുത്തു അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അതേ രീതിയിൽ തന്നെ ഇതേ സെല്ലിന്റെ ഇതേ വാല്യൂസിന്റെ തന്നെ സമ്മ് നമ്മൾ കാണാൻ പോവാ. ഷോർട്ട് ആയിട്ട് എങ്ങനെയാ വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദ ഫംഗ്ഷൻ ബിഗിൻസ് വിത്ത് വിച്ച് സിമ്പിൾ, വിച്ച് സൈൻ? ഈക്വൽ. ദെൻ നമ്മൾ കാണാൻ പോകുന്ന സം ആയതുകൊണ്ട് നമ്മൾ അവിടെ സം എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ഓപ്പണിംഗ് പാരാന്തസിസ് ഇട്ടു. ഇനി നമ്മളുടെ ഫസ്റ്റ് വാല്യൂ കിടക്കുന്ന സെൽ ഏതായിരുന്നു? A1 ആണ്. അത് A1 എൻ്റർ ചെയ്തു. ഇനി നമ്മൾ കോമയ്ക്ക് പകരം ഏതാ ഉപയോഗിക്കാൻ പോകുന്നത് അറിയോ? കോളൻ. 2 കുത്തില്ലേ? കണ്ടോ? ഇതിന് നമ്മൾ കോളൻ എന്നാ പറയാം. അത് ഷിഫ്റ്റ് ഞെക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കീബോർഡ് ഉണ്ടോ? നിങ്ങൾക്ക് വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ആ കോളം നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് വാല്യൂ എവിടെയാണ് കിടക്കുന്നത്? ഏത് സെല്ലിലാണ് കിടക്കുന്നത്? A5. ഞാനിപ്പം A1 കോളൻ A5 എന്ന് എൻ്റർ ചെയ്തു. ദെൻ ഞാൻ ഒരു ക്ലോസിംഗ് പാരാന്തസിസ് കൊടുത്തു. ഇനി ഞാൻ എൻ്റർ ചെയ്യുവാണെങ്കിൽ എന്താ വാല്യൂ വരുന്നത് നോക്കാം. 21 തന്നെയാണ് വന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ സം ഓഫ് A1 കോളൻ A5 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ഈ 21. അപ്പൊ സം ഓഫ് A1 കോളൻ A5 എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? സിമ്പിൾ ആയിട്ട് A1 തൊട്ട് A5 വരെയുള്ള സെല്ലുകൾ, A എന്ന കോളത്തിലെ A1 തൊട്ട് A5 വരെയുള്ള സെല്ലിലെ വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കോമയിട്ട് ഒരുപാട് കഷ്ടപ്പെടണ്ട. ഇത് A1 കോളൻ A5 എന്ന് കൊടുത്താൽ ഇത്രയും വാല്യൂസ് ആഡ് ചെയ്യുക എന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്തു. അതാണ് ആ 21. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സമ്മിന്റെ തന്നെ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആൾ ഇതിന്റെ ആൻസർ പറയണേ. ഈക്വൽ ടു സം ഓഫ് ഇതിന്റെ ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയോ? ഇത് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു റെക്ടാങ്കുലർ സെലക്ഷൻ വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു കുറച്ച് നമ്പേഴ്സിന്റെ വാല്യൂ സം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയതാണ്. ആ വാല്യൂസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എഴുതിയത് വെച്ചിട്ട് ഏതൊക്കെയാ മനസ്സിലായ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. A1 മുതൽ B4 വരെ ആൻസർ ചെയ്യുക. അപ്പം ആ വാല്യൂസ് ഏതൊക്കെയാണെന്ന് മക്കൾ പറഞ്ഞേ. 2 6 4 8 5 2
4 1 1 അത്രേന്റെ വാല്യൂ. അപ്പൊ അത് ആഡ് ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ വരാൻ പോകുന്ന വാല്യൂ ഏതാ നിങ്ങളൊന്ന് പറഞ്ഞേ. 2 + 6 ഏതാ വാല്യൂ കിട്ടുക? 32. ഷോൺ ചെയ്തോ? ഷോൺ സ്റ്റക്ക് ആയല്ലോ. നമുക്ക് ആൻമരിയുടെ വാല്യൂ കറക്റ്റ് ആണോ നോക്കാം. ഷോൺ ഓക്കെ, ഞാൻ എൻ്റർ പ്രസ് ചെയ്യാണ്. 32 കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ മാനുവലി ഇത് ചെയ്യുമ്പം ഈ കോളം വാല്യൂ ചെയ്തു. ഇത് 2 + 6 8 + 4 അങ്ങനെ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ചെയ്യണ്ടേ. കമ്പ്യൂട്ടർ സിമ്പിൾ ആയിട്ട് അത് ചെയ്തു തന്നു നമുക്ക്. നമുക്ക് വലിയ തല പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പം നമ്മള് സം ഓഫ് A1 കോളൻ B4 കൊടുത്തപ്പോൾ A1 തൊട്ട് A4 വരെയുള്ള വാല്യൂസും പിന്നെ B1 തൊട്ട് B4 വരെയുള്ള വാല്യൂസും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി വേറൊന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത വാല്യൂ ഷോൺ പോയിന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ അടുത്ത വാല്യൂസ് ഞാൻ ആർഗ്യുമെന്റ്സ് ഇവിടെ കൊടുത്ത് ശ്രദ്ധിക്കുക. സം ഓഫ് A3 കോളൻ B5 A3 തൊട്ട് B5 വരെ. അപ്പോൾ A3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂസ് ഏതൊക്കെ സെൽ വരും? A3 വരും, A4 വരും, A5 വരും, പിന്നെ വരുന്നത് B3 വരും, B4 വരും, B5 വരും. അതിൻ്റെ കൂടെ ഞാൻ കോമ ഇട്ട് 10 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചോ അത്? സം ഓഫ് A3 കോളൻ B5 ഉണ്ട്, കോമ 10. അപ്പൊ ഞാൻ ഇത്രയും വാല്യൂസ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടേ? ഈ A3 തൊട്ട് B5 വരെയുള്ള വാല്യൂസിന്റെ സം കാണണം. അതിന്റെ കൂടെ ഏതും കൂടെ കൂട്ടണം. ആൻമരിയ? 10 കൂടെ കൂട്ടണം. അപ്പൊ എത്രയായിരിക്കും നമുക്ക് കിട്ടേണ്ട വാല്യൂ നമ്മൾ മാനുവലി ചെയ്ത് നോക്കുമ്പോൾ? കണ്ടോ? 34 ആണ് ആൻസർ. അപ്പൊ നമുക്കിത് ഇതിനകത്ത് ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൽ റെഫറൻസും ആവാം, നമ്പേഴ്സും ആവാം. സെൽ റെഫറൻസും ആവാം, നമ്മൾ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സും ആവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ കാണാം, ആവറേജ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏതാണ്? ആവറേജ്. ആവറേജ് എന്ന് പറയുന്ന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ കാണുന്ന ആവറേജ്? നോർമലി മാത്സിൽ നമ്മൾ എങ്ങനെ ആവറേജ് കാണുന്നത്? നമ്മൾ മാനുവലി ആവറേജ് കാണാനാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് വാല്യൂസ് തരും, അതിന്റെ ആവറേജ് കാണാന്നാണ് പറയാം. അപ്പൊ നമ്മൾ അതിന്റെ ആവറേജ് എങ്ങനെ കാണാം? ആദ്യം ആ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ആഡ് ചെയ്യണം, അതിന്റെ സമ്മ് കാണണം. എന്നിട്ട് ആ തന്നിരിക്കുന്ന വാല്യൂസിന്റെ എണ്ണം എത്ര നമ്പേഴ്സ് ഉണ്ട് അതെന്നുള്ളത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് മാനുവലി നമ്മൾ മാത്സിൽ ആവറേജ് കാണുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിന് വളരെ സിമ്പിൾ ആയിട്ട് ആവറേജ് കാണാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കും. ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? ആവറേജ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. ആവറേജ് എന്ന ഫംഗ്ഷൻ ഇപ്പം
ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ്. ബി എന്ന കോളത്തിലെ വാല്യൂസിന്റെ ആവറേജ് കാണണം. ബി എന്നുള്ള കോളത്തിലെ വാല്യൂസ് ഏതൊക്കെയാണ് വരിക? ബി കോളത്തിലെ വാല്യൂസ് ഏതാണ്? 5, 2, 4, 1, 6. അപ്പൊ നമ്മൾ ഈ വാല്യൂസിന്റെ ആവറേജ് കാണാൻ പോവാ. ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് നമ്മൾ എവിടെയാണോ അതിന്റെ വാല്യൂസ് ഡിസ്പ്ലേ ആവേണ്ട ആ സെല്ല് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഓൾവേസ് ബിഗിൻ വിത്ത് ഈക്വൽ സൈൻ നമ്മൾ അവിടെ എൻ്റർ ചെയ്തു. ദെൻ ആവറേജ് എന്ന് ടൈപ്പ് ചെയ്തു. ആവറേജ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഓപ്പണിംഗ് പാരാന്തസിസ് കൊടുത്തു. ഓപ്പണിംഗ് പാരാന്തസിസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആർഗ്യുമെന്റ്സ് ഏതായിരിക്കും അതിന്റെ? നമ്മൾ ആവറേജ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഏതാണ്? നമ്മൾ ഏത് വാല്യൂസിന്റെ ആവറേജ് കാണാനാണ് ശ്രമിക്കുന്നത്? 5, 2, 4, 1, 6ന്റെ ആവറേജ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സെൽ റെഫറൻസ് വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാ? അതിന്റെ ആർഗ്യുമെന്റ്സ് ആയിട്ട് 5 ഏത് സെല്ലിലാണ് ഉള്ളത്? 5 ഉള്ള സെല്ലിന്റെ പേരെന്താ? 5A1ലാണോ? B1, കോമ B2, കോമ B3, കോമ B4, കോമ B5. നമ്മൾ ആവറേജ് വാല്യൂ കാണാൻ പോകുന്നത് B1 തൊട്ട് B5 വരെയുള്ള വാല്യൂസിന്റെ ആവറേജ് ആണ് കാണാൻ പോകുന്നത്. അത് മാനുവലി ഞാൻ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്തു. ഇനി ഞാൻ ക്ലോസിംഗ് പാരാന്തസിസ് കൊടുത്തു. ഇനി എൻ്റർ ചെയ്യുമ്പോൾ ഇതിന്റെ ആവറേജ് വാല്യൂ എത്രയാണ്? 3.6 ആണ് ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് എല്ലാം കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 3.6. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് equal to മിസ് ഞാൻ ടാബിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? കറക്റ്റാ മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. ആവറേജിന്റെ ഇപ്പൊ നമ്മളിപ്പം ഓരോ വാല്യൂ കോമ ആയിട്ട് സെപ്പറേറ്റ് അല്ലേ ചെയ്തത്. ഇനി ഞാൻ എന്താ ചെയ്യാം? ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? B1 നമ്മളെ B1 to B5 അല്ലേ നമ്മൾ ചെയ്തേ. B1 കോളൻ B5 ചെയ്താലും സെയിം വാല്യൂ തന്നെയാണോ കിട്ടുന്നത് നോക്കാം. B1 തൊട്ട് B5 വരെയുള്ള വാല്യൂസ് കണ്ടോ? നമ്മൾ കോമ ആയിട്ട് ചെയ്യുമ്പോൾ കുറേ വാല്യൂസ് അങ്ങനെ പോകും അല്ലേ. ഇതാവുമ്പോൾ സിമ്പിൾ ആയിട്ട് B1 to B5 എന്ന് കൊടുത്താൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അത് നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് B1 തൊട്ട് B5 വരെയുള്ള സെല്ലുകളിലെ വാല്യൂസ് എടുത്ത് അതിന്റെ ആവറേജ് കാണാന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡ് ആയിട്ട് അത് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം വളരെ ഈസി മെത്തേഡ് അല്ലേ. ഇനി നമുക്ക് ആവറേജ് എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സിന്റെ ആവറേജ് ഈസി ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈക്വൽ ടു ആവറേജ് ഓഫ് ആ വാല്യൂസ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക, കോമ ആയിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാണണം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ഈക്വൽ ടു എൻ്റർ ചെയ്ത് ആ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസിന്റെ ഒരു ആവറേജ് അവിടെ വന്നു. ഇനിയുള്ളത് മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ മാക്സിമം വാല്യൂ ഫ്രം ദ ഗിവൺ വാല്യൂസ്. ഓക്കെ, അതിന് നമുക്ക് വേറെ എടുക്കാം. ഏതാ? കുറച്ച് വലിയ വാല്യൂസ് എടുക്കാം. ഓക്കെ, ഞാനിവിടെ 125, 452, 236 3 വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ.
ഏതാണ്? വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ among them? 452 അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്കിനി പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത ഇപ്പൊ ഇത് നമുക്കൊരു സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യില്ലേ, ടോട്ടൽ മാർക്ക്. അപ്പൊ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്കാണ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികളല്ലേ ക്ലാസ്സിലെ റാങ്ക് 1 അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ കുറേ വാല്യൂസ് വരുമ്പോൾ നമുക്കത് നോക്കി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇതിപ്പോൾ 3 ഉള്ളൂ, അതുകൊണ്ട് വളരെ ഈസി. ഇതിപ്പോൾ ഒരു ക്ലാസ്സിൽ 75 കുട്ടികൾ, അങ്ങനെ 50 കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് അല്ലേ, കുറച്ച് നമുക്ക് സമയം പോകുന്ന കാര്യം. അപ്പോൾ സിമ്പിൾ ആയിട്ട് കുറച്ചധികം വാല്യൂസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിലെ മാക്സിമം കണ്ടുപിടിക്കാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഫംഗ്ഷൻ നെയിമിന് മുമ്പ് ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക. നമ്മൾ മാക്സിമം ആണ് കാണാൻ പോകുന്നത് കൊണ്ട് മാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം മാക്സ് ആണ്. എന്നിട്ട് ഓപ്പണിംഗ് ബ്രേസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആർഗ്യുമെന്റ്സ് ഇത് 3 ഉള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏതാണ് A19, B19, C19 അല്ലേ സെല്ല് വരുന്നത്? ഫസ്റ്റ് വാല്യൂ A19ലും സെക്കൻഡ് വാല്യൂ B19ലും തേർഡ് വാല്യൂ C19. 3 വാല്യൂ ഉള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ വേണ്ടി ടൈപ്പ് ചെയ്യാം. പക്ഷേ മോർ ദാൻ 3 അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം, ഒരു ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒരു 50 സംതിങ് ഒക്കെ വരില്ലേ, അത്രയൊക്കെ വരുമ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? A19 കോളൻ ലാസ്റ്റ് വാല്യൂ ഏതായിരിക്കും? എവിടം വരെയുള്ളത് നമ്മൾ നോക്കുന്നത്? A19 ഏറ്റവും ലാസ്റ്റ് വരുന്ന നമ്പർ കിടക്കുന്ന C എന്ന കോളത്തിലാണ്, C19 വരെ. ക്ലോസിംഗ് പാരാന്തസിസ് ഇട്ടു, എൻ്റർ അടിച്ചു. മാക്സിമം വാല്യൂ ഇവിടെ ഡിസ്പ്ലേ വന്നത് കണ്ടോ? ഇതിൽ മാക്സിമം വാല്യൂ എത്രയായിരുന്നു? 452. ഇനി ഇങ്ങനെ കുറച്ചധികം വാല്യൂസ് വരില്ലേ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി ഈശ്വര വലിയ വാല്യൂ. ഇതിൽ മാക്സിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ ഫംഗ്ഷൻ ഉപയോഗിക്കാം. എങ്ങനെ ചെയ്യും? ആദ്യം എന്താ ചെയ്യണ്ടേ? ആൻമരിയ പറഞ്ഞോ, ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഈ വാല്യൂസ് ആണ് കേട്ടോ, A20, B20, C20യിലെ വാല്യൂസ്. നമ്മൾ അതിന്റെ മാക്സിമം കാണാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണ്ടേ? ഈക്വൽ ടു മാക്സ് A20 ഓപ്പണിംഗ് ബ്രേസ് ഇടണം, ഓപ്പണിംഗ് പാരാന്തസിസ് ഇടണം. അതിനകത്ത് അതിനുശേഷം A20 കോളൻ C20 അതിനുശേഷം ക്ലോസിംഗ് പാരാന്തസിസ് ഇട്ടു, പിന്നെ എൻ്റർ. അപ്പം ഇതില് മാക്സിമം വാല്യൂ ഏതാണ് അതവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. 5,89,668 ആണ് അതിലെ മാക്സിമം വാല്യൂ. ഇനി നമ്മൾ കാണാൻ പോകുന്ന മിനിമം വാല്യൂ. മിനിമം വാല്യൂ കാണാൻ ഇത് തന്നെയാണ് മെത്തേഡ്. നമ്മൾ ഫംഗ്ഷൻ ഏതാ ഉപയോഗിക്കുന്നത്? മാക്സിമം കാണാൻ വേണ്ടി മാക്സ് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മിനിമം വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാ? മിൻ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈക്വൽ ടു ടൈപ്പ് ചെയ്തു, ദെൻ മിൻ എന്ന് ടൈപ്പ് ചെയ്തു, ഓപ്പണിംഗ് പാരാന്തസിസ് കൊടുത്തു. ഏതൊക്കെ വാല്യൂസിൻ്റെ ആണ് കാണേണ്ടത് എന്നുള്ളത് A19 തൊട്ട് C19 വരെയുള്ള വാല്യൂസിൻ്റെ മിനിമം ആണ് കാണേണ്ടത് എന്ന് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മിൻ ഓഫ് A19 കോളൻ C19. എന്താ വെച്ചാൽ എനിക്ക് ഈ സെല്ലിൽ A19 തൊട്ട് C19 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ വാല്യൂസിൻ്റെ മിനിമം വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കണമെന്ന് കൊടുത്തു. ഇനി നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുമ്പം ഇതിൽ മിനിമം വാല്യൂയോടെ ഡിസ്പ്ലേ ആയി. ഓക്കെ, താഴത്തെ മെത്തേഡ് മോള് പറഞ്ഞു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആൻമരിയ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഫസ്റ്റ് വി ഹാവ് ടു ഈക്വൽ ടു opening parenthesis
അല്ല, നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുത്തില്ലല്ലോ. Minim. ഓക്കെ, min ഓപ്പണിംഗ് പാരാന്തസിസ്. നൗ A19. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സെക്കൻഡ്, അത് A19 തൊട്ടുള്ളതല്ല. A20. A20 Colon. കോളൻ C20. C20 Closing parenthesis. ക്ലോസിംഗ് പാരാന്തസിസ് Enter. എൻ്റർ. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇവിടെ മാക്സിമം വാല്യൂ, ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തത് മിനിമം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കൗണ്ട് എന്ന ഫംഗ്ഷനാണ്. കൗണ്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ എണ്ണുക, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എണ്ണാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ കൗണ്ട് എന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആ കൗണ്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ഓപ്പണിംഗ് പാരാന്തസിസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെയുള്ള വാല്യൂസ് ആണ്, ഏത് സെല്ല് തൊട്ട് ഏത് സെല്ല് വരെയുള്ള വാല്യൂസ് ആണ് ഉപയോഗിക്കുന്നത്? A6 തൊട്ട് K6 വരെയുള്ളത്. A6 തൊട്ട് K6 വരെയുള്ള വാല്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം A6 കോളൻ K6 എന്ന് എൻ്റർ ചെയ്തു, ക്ലോസിംഗ് പാരാന്തസിസ് കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന 11 നമ്പേഴ്സ് എന്നാണ്. കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഇപ്പം നമുക്ക് കുറേ തന്നിട്ടുണ്ടെങ്കിൽ അത് കുത്തിയിരുന്ന് എണ്ണുന്നതിന് പകരം നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് കൗണ്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് സിമ്പിളായിട്ട് എണ്ണിയെടുക്കാൻ പറ്റും. നമ്മൾ ഇരുന്ന് എണ്ണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈക്വൽ ടു കൗണ്ട് ഓഫ് ഏത് സെല്ല് തൊട്ട് ഏത് സെല്ല് വരെയുള്ള വാല്യൂസ് ഒന്ന് സ്പെസിഫൈ ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ആയി വരും. സിമ്പിളായിട്ട് നമുക്ക് കൗണ്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞാൻ നമ്പേഴ്സിന് പകരം കുറച്ച് ടെക്സ്റ്റ് കൂടെ ടൈപ്പ് ചെയ്താണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് നമ്പേഴ്സും ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ടെക്സ്റ്റ് അല്ലെങ്കിൽ വേർഡ്സും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ട് ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. ഈക്വൽ ടു കൗണ്ട് ഓഫ് എവിടെ തൊട്ട് എവിടം വരെയുള്ളതാണ്? A6 തൊട്ട് M6 വരെയുള്ള വാല്യൂസിനെ കൗണ്ട് ചെയ്യാണ് നമ്മൾ. A6, M6. Equal to
കഴിയാനായോ? ആയി. ഓക്കെ, ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫങ്ഷൻസ് ആണ് പഠിച്ചത്. ഫങ്ഷൻസ് പറയുന്ന പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ആണ് നമ്മൾ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫംഗ്ഷൻ എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് ഈക്വൽ ടു കൊണ്ടാണ്. പിന്നെ ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, അതിൻ്റെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാല്യൂസിനാണ് അതിന് ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച സം, ആവറേജ്, മിൻ ആൻഡ് മാക്സ് 4 ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സം കാണാനും ആവറേജ് ചെയ്യാനും മിനിമം കാണാനും മാക്സിമം കാണാനും പഠിച്ചില്ലേ? ഇനി ബാക്കി ഫംഗ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം കമ്പ്യൂട്ടർ വീട്ടിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെയ്തു നോക്കുക നിങ്ങൾ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ വേണേൽ ക്ലാസ് നിങ്ങൾ റിവ്യൂ ചെയ്യാം. ഓക്കെ, ബൈ, സി യു.